നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ ജനതയ്ക്കെതിരായ അക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം തീർത്ഥാടകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്കെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം മുൻകൈ എടുക്കണമെന്നും ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് സംഭാഷണങ്ങളിലൂടെയും സഹകരണത്തിലൂടെയും മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശിൽ ഗോത്രവർഗ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കത്തോലിക്ക സഭാ നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി. ഭൂമി കയ്യേറ്റ തർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ നിരവധി വീടുകൾ കത്തിക്കുകയും വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമിതിയും മനുഷ്യാവകാശ സംഘടനയും സംഭവത്തെ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിന് ഇരയായവർക്ക് അടിയന്തര സംരക്ഷണവും വൈദ്യസഹായവും പുനരധിവാസവും ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും സഭാ നേതാക്കൾ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണമാകുന്നുവെന്നും സഭ ചൂണ്ടിക്കാട്ടി. ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ മാധ്യമ ശൃംഖലയായ ഇന്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 4.5 പതിറ്റാണ്ട്. 1981 ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് ക്ലാര സന്യാസിനി സമൂഹ അംഗമായ മദർ ആഞ്ചലിക്ക ആഗോള കത്തോലിക്ക നെറ്റ്വർക്കിന് തുടക്കമിട്ടത്. നിലവിൽ ലോകമെമ്പാടുമുള്ള 114 രാജ്യങ്ങളിൽ ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്നു. തന്റെ പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്ന ചാനൽ ദൈവനിന്ദാപരമായ പരിപാടി സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ സ്റ്റേഷൻ മാനേജർ അത് തിരുത്താൻ തയ്യാറായില്ല. ഈ സ്റ്റേഷൻ വിട്ടുപോയാൽ പിന്നെ ടെലിവിഷൻ രംഗത്ത് നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന മാനേജറുടെ വെല്ലുവിളിയെ അവഗണിച്ച് മദർ ആഞ്ചലിക്ക സ്വന്തമായി ആരംഭിച്ച ആ മാധ്യമ ശൃംഖലയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ചാനലായ EWTN. മലങ്കരയുടെ വിശ്വാസ പൈതൃകവും അന്ത്യോക്യൻ ആരാധന പാരമ്പര്യത്തിന്റെ ആത്മീയ ചൈതന്യവുമായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ UK റീജിയൻ സംഘടിപ്പിക്കുന്ന വാർഷിക മരിയൻ മഹാ തീർത്ഥാടനം ആഗസ്റ്റ് 29 നടക്കും. ഇംഗ്ലണ്ടിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ റോമൻ കാത്തലിക് നാഷണൽ ഫ്രൈൻ ഓഫ് ഔർ ലേഡി ഓഫ് വാൽസിംഹമാണ് വേദി. തീർത്ഥാടനത്തിൽ UKയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലങ്കര കത്തോലിക്ക മിഷനുകളിൽ നിന്നുള്ള 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പ്രാരംഭ പ്രാർത്ഥന, ബസിലിക്കയിലേക്കുള്ള പ്രദക്ഷിണം, വിശുദ്ധ കുർബാന എന്നിവയോടെ തീർത്ഥാടനം സമാപിക്കും. പ്രവാസി മണ്ണിൽ മലങ്കരയുടെ വിശ്വാസ പൈതൃകം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം. അഗതികളുടെ സഹോദരിമാരുടെ സന്യാസി സമൂഹമായ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സഭയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. ഓഗസ്റ്റ് 18 മുതൽ 24 വരെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22 നടക്കുന്ന ശതാബ്ദി പൊതുസമ്മേളനം രാവിലെ 10:30 കൃതജ്ഞതാ ബലിയോടെ ആരംഭിക്കും. തുടർന്ന് 2:30 നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രി റോജി M. ജോൺ, വിവിധ രൂപതകളിലെ മെത്രാൻമാർ, സന്യാസ സമൂഹങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 6 പ്രൊവിൻസുകളിലായി 1400-ലധികം SD സന്യാസിനിമാർ ഇന്ത്യയിലും 12 വിദേശ രാജ്യങ്ങളിലുമായി നിലവിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി സ്ഥാപകരുടെ അനുസ്മരണം, അതിഥി തൊഴിലാളികളെ ആദരിക്കൽ, ആദിവ്രതം സ്വീകരിച്ച SD സന്യാസിനികൾക്ക് സ്വീകരണം, സമർപ്പണ ജീവിതത്തിന്റെ സുവർണ ജൂബിലിയും രജത ജൂബിലിയും ആഘോഷിക്കുന്ന സന്യാസിമാർക്ക് അനുമോദനം, ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി മറ്റു പ്രധാന ചടങ്ങുകളും നടക്കും. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.